പുണ്യനഗരമായ ധർമ്മസ്ഥല ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഭൂമിയാണ്. ഒട്ടേറെ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന മണ്ണ്. കൊലപാതക പരമ്പരയിൽ അന്വേഷണ സംഘം പലതും മറച്ചു വെക്കുമ്പോഴും കുടിച്ചിട്ട പല രഹസ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ബംഗളഗുഡയിൽ നിന്ന് 9 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി SIT കണ്ടെത്തിയെന്നാണ് വിവരം. കുട്ടിയുടെയും സ്ത്രീകളുടെയും മൃതദേഹാവശിഷ്ടങ്ങളാണ് തിരിച്ചറിയിൽ ലഭിച്ചത്. ഇനിയും കൂടുതൽ അസ്ഥികൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് സൂചന. റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത്. ധർമ്മസ്ഥല ബംഗളഗുഡയിലെ നിഗൂഢ രഹസ്യം തേടി SIT 50ഓളം അടങ്ങുന്ന സംഘമാണ് ബംഗളഗുഡയിൽ പരിശോധന പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിൽ 7ഓളം മനുഷ്യാസ്ഥികൂടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഒപ്പം മന്ത്രവാദത്തിനെന്ന് സംശയിക്കുന്ന വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ലഭിച്ച തലയോട്ടികളിൽ ഒന്ന് കുട്ടിയുടേതാണെന്ന് സംശയിക്കപ്പെടുന്നു. ഇതേ തുടർന്നാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്താൻ SIT തീരുമാനിച്ചത്. റവന്യൂ, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ SITക്കൊപ്പമുണ്ട്. സെപ്റ്റംബർ 7 മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെത്തിയപ്പോൾ ഒരു അസ്ഥികൂടം ലഭിച്ചിരുന്നു. തുടർന്ന് ഇവിടം SITയുടെ കനത്ത കാവലിലായിരുന്നു. കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിറ്റൽ ഗൌഡയുടെ സാന്നിധ്യത്തിലായിരുന്നു മഹസർ തയ്യാറാക്കിയിരുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ 11A എന്ന് മാർക്ക് ചെയ്ത ബംഗളഗുഡയിലെ സ്പോട്ടിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും നിരവധി അസ്ഥികളും കണ്ടെത്തിയിരുന്നു. ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടില്ല. ഈ 1 മുതൽ 5 വരെ എന്ന് പറയുന്നത് ഈ ഒരു പുഴന്റെ സൈഡാണ്. അവിടെ വെള്ളം വന്നും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 13ാമത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിന്റായ 13ലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അത് മാത്രമല്ല ഇപ്പം മറ്റൊരു കാര്യം കൂടി 2 അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ട് എന്ന് പറഞ്ഞിട്ട് SITന് മുന്നിൽ വന്നിരുന്നു 2 ആള്. പക്ഷെ അവരുടെ കേസ് SIT പരിഗണിക്കാത്തത് കാരണം പിന്നെ അവര് ഹൈക്കോടതിയിൽ പോയി. ഇപ്പൊ അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഇവര് പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മാന്തി പരിശോധിക്കണം എന്നുള്ളത്. കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ മടിവാലിലുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ആഗസ്റ്റ് 23 അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ ജാമ്യാപേക്ഷ ബെൽത്തങ്ങാടി കോടതി തള്ളി. ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരായ വിറ്റൽ ഗൌഡ, ഗിരീഷ് മട്ടന്നവർ, മനാഫ്, അഭിഷേക് എന്നിവരുൾപ്പെടെ നിരവധി പേരുടെ ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. BNS സെക്ഷൻ 183 പ്രകാരം സാക്ഷി പ്രദീപ് ഗൌഡയുടെ മൊഴിയും SIT രേഖപ്പെടുത്തി. ന്യൂസ് 18 ധർമ്മസ്ഥല.